എന്താ മുരളി? ഗൗരി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? ആ ഗൗരി പറഞ്ഞില്ലേ, ശാരിക പരീക്ഷയാണെന്ന് പറഞ്ഞ് ബലം പിടിക്കുക. സാരല്ല, ഞാനെൻ്റെ അതിയോടി പറഞ്ഞ് മാറ്റിക്കോളാം. ദേവികയും വരും. പരിഭവമൊന്നും തോന്നരുത്. ഏയ്, എന്ത് പരിഭവം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരല്ലേ. ഇപ്പോ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്താ മോനെ? ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയാറില്ലേ, അതുപോലൊരു കാര്യമാണ്. എന്താ? എനിക്ക് പിടികിട്ടില്ല. അല്ല, ഈ പരീക്ഷ കാരണം വിവാഹം കുറച്ച് താമസിച്ച് മതിയെന്നല്ലേ ശാരിക പറയുന്നത്? അല്ല, അത് ഞങ്ങൾ പറഞ്ഞ് മാറ്റിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ വേണ്ട, മാറ്റണ്ട. തൽക്കാലം ശാരികയുടെ പഠിത്തം നടക്കട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നവീൻ വിളിച്ചിരുന്നു. അവന്റെ വിസയുടെയൊക്കെ കാര്യത്തില് ചെറിയൊരു തടസ്സമുണ്ടത്രേ. ഓ, അങ്ങനെയാണോ? അതെ അങ്കിൾ, അവന്റെ വരവ് ചിലപ്പോൾ അല്പം ഒന്ന് നീളും. അപ്പൊ പിന്നെ ശാരികയെ ധൃതിപ്പെട്ടൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടിക്കണ്ട. സത്യം പറഞ്ഞാൽ മുരളി പറയുന്ന കേട്ടപ്പോൾ ഒരു ആശ്വാസമായി. ഈ ബന്ധം കൈവിട്ടു പോകുന്നൊരാദി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അതെ അതെ, ശാരികയെ ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട. ശാരിക പഠിക്കട്ടെ. ഓ, പെൺകുട്ടികൾക്ക് ഇക്കാലത്ത് പഠിത്തവും ജോലി അത്യാവശ്യം. ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൂടും. ഇതേ ശാരികയും പറയുന്നത്. എന്തായാലും ഈ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. ഓ, ആയിക്കോട്ടെ മുരളി, ശരി. രാധികേ, ആരോടാ മുരളിയേട്ട സംസാരിച്ച്? ഞാനാ മാധവനങ്ങളോടാ സംസാരിച്ചത്. എന്താ പറഞ്ഞേ? വേറെന്താ, നവീന്റെ ശാരികയുടെ കല്യാണം തന്നെ. ശാരികയെ വെറുതെ വെപ്രാളപ്പെടുത്തണമെന്ന് ഞാൻ പറയായിരുന്നു. എന്നുവെച്ചാ? അല്ല, പഠിത്തത്തിന്റെ കാര്യം തന്നെ ഗൗരി. ഈ കല്യാണം കഴിഞ്ഞാലും പഠിക്കാന്നൊക്കെ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചില്ല. നമുക്കറിയാം വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. മുരളിയേട്ടൻ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? എടി, നമുക്ക് അല്പം സാവകാശം കൊടുക്കാം. നവീനോടും പറയാം, വരട്ടെ. എന്ത് വരട്ടെന്ന്? ഒന്നും പറയണ്ട. നവീന്റെ ഇത്തവണത്തെ വരവില് നമ്മള് കല്യാണം നടത്തും. അതുമല്ല, ഇത്രയും പറഞ്ഞിട്ടും അവക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞതുപോലെ പഠിപ്പും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ അവള്. എന്റെ അനിയനെ വേറെ പെണ്ണ് കിട്ടും. നീ ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കിയൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. എന്തായാലും വരട്ടെ. ദേവികയെ ഞാൻ കാണുന്നുണ്ട്.